ഇന്ന് മധുരം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് മധുരം കഴിക്കാനാലേ? നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസല്ലേ? നമ്മൾ ഇന്ന് ഇത് അടിച്ചു പൊളിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഈ ഒരു നാടില് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് കിട്ടിയ ദിവസല്ലേ? അപ്പൊ ഞാനിന്ന് മധുരം ഉണ്ടാക്കാം. പായസം തന്നെ ആയിക്കോട്ടെ അല്ലേ? അപ്പൊ ദാ ഞാന് ഇന്ന് എവിടെയും പോയിണ്ടായില്ല ട്ടോ. സ്കൂളിലൊക്കെ പായസവും പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പോയില്ല. പായസം ഉണ്ടോന്ന് അറിയില്ല. പക്ഷേങ്കില് ഞാൻ ഇന്ന് പോയില്ല. അപ്പൊ ദാ ഞാൻ ഇവിടെ തന്നെ പായസം ഉണ്ടാക്കാണ്. മുമ്പൊക്കെ ആണെങ്കില് നമ്മള് ചെറിയ കുട്ടികളാകുമ്പോൾ സ്വാതന്ത്ര്യദിനാകുമ്പോൾ കൊടി ഉയർത്തുണ്ടോ, എവിടെ കൊടി ഉയർത്തുണ്ടോ അവിടെയൊക്കെ പോയിട്ട് പായസം കുടിച്ചിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു നമ്മുടേതൊക്കെ അല്ലേ. ഇപ്പൊ അതാ നമ്മൾ വീട്ടിൽ തന്നെ പായസം ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മളും തന്നെ പായസം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. എന്ത് വേണമെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കിതാ പായസം അടിപൊളി പായസം കേട്ടോ. ഞാൻ സേമിയൊക്കെ വറുത്തത് ഈ പാല് തിളച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. കൈ വെക്കാതെ ഞാൻ ഇളക്കി കൊടുത്തു പാട കെട്ടാതിരിക്കാൻ. അതേ കിട്ടും. പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തു. ഞാൻ നോക്കുക എങ്ങനെ അറിയോ, പാലിൻ്റെ ഒപ്പം ഇങ്ങനെ സേമിയം വെന്ത് വരണം. അപ്പോൾ ആ ഒരു പൊങ്ങി വന്ന ആ ഒരു അളവിൽ സേമിയം വെന്ത് കഴിഞ്ഞാലാണ് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കി കൊടുക്കും. പിന്നെ നെയ്യിൽ ഞാൻ കുറച്ച് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇട്ട് കൊടുത്തു. ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതാ അത്യാവശ്യത്തിന് നമുക്ക് മാത്രം മതിയല്ലോ കുടിക്കാൻ. ഒന്ന് മധുരം കഴിക്കണം എന്നല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം തന്നെ ഞാൻ കഴിക്കാമെന്ന് കരുതിയിട്ടോ. എന്തുണ്ടാക്കിയാലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടാ കുട്ടികൾക്ക് കൊടുക്കല്. വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ച് ഞാൻ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അത് ദാ ഈ ബൗളിൽ മുകളിൽ ഇങ്ങനെ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുത്തു. ഇതൊക്കെ എൻ്റെ വയറ്റിലോട്ട് പോകണം കേട്ടോ. അപ്പൊ ഞാൻ തന്നെ ആദ്യം കഴിച്ചു നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഓഗസ്റ്റ് 15 ഇവിടെ ആഘോഷിച്ചു കേട്ടോ.